ഫാദർ ബെർണാഡ് വിരൽ ചൂണ്ടിയ ഭാഗത്തേക്ക് അവരെല്ലാവരും നോക്കി. കരിങ്കല്ലിൽ രൂപപ്പെടുത്തിയ ബർത്തുകൾ പോലെയുള്ള ഭാഗങ്ങൾ അടുക്കി വെച്ച കുറേ ഉരുളൻ കല്ലുകൾ. ഇതാണോ ഡ്രാക്കുളയുടെ നിധി? കൗണ്ട് ഡാനിയലോ അലോസരത്തോടെ ചോദിച്ചു. അപ്പോൾ ഫാദർ ബെർണാഡ് പറഞ്ഞു, ആ ഉരുളൻ കല്ലുകൾ മാറ്റി നോക്കൂ. പ്രഭുവിന്റെ സേവകർ ആ ഉരുളൻ കല്ലുകൾ പെറുക്കി മാറ്റി. ആദ്യം കണ്ടത് ഒരു ചെമ്പു പേടകമാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടെങ്കിലും അതിന്റെ നിർമ്മാണ രീതി കാഴ്ചയ്ക്ക് വളരെ ആകർഷണീയമായിരുന്നു. വേഗമാകട്ടെ, പ്രഭു സഹായികളോട് പറഞ്ഞു. അവർ അതിവേഗം ജോലി ചെയ്തു. എന്നാൽ അവർക്ക് വേഗം പോരെന്ന് തോന്നിയ പ്രഭുവും കൗണ്ട് ഡാനിയലോയും അവർക്കൊപ്പം ചേർന്ന് അതിവേഗം ഉരുളൻ കല്ലുകൾ മാറ്റാൻ തുടങ്ങി. അപ്പോൾ പീറ്റർ പാർക്കറും ഗ്രെഗ് ഹഡ്സണും അവരെ സഹായിച്ചു. അതാ 6 ചെമ്പുപെട്ടികൾ, 6 സ്വർണ്ണപ്പെട്ടികളും. പീറ്റർ പാർക്കർ അപ്പോൾ മുൻപോട്ട് ചെന്ന് അതിലൊരു പെട്ടി തുറക്കാൻ ശ്രമിച്ചു. അല്പസമയത്തെ ശ്രമം കൊണ്ട് ആ പെട്ടി തുറക്കാൻ പീറ്റർ പാർക്കർക്ക് കഴിഞ്ഞു. ആ പെട്ടി തുറന്ന നിമിഷം ഇരുണ്ട ഗുഹയിൽ ദീപം ജ്വലിച്ചതുപോലെ പ്രകാശം നിറഞ്ഞു. സ്വർണ്ണ നാണയങ്ങൾ, രത്നക്കല്ലുകൾ, സ്വർണ്ണാഭരണങ്ങൾ, ചെറിയ സ്വർണ്ണ പ്രതിമകൾ. ആരുടെയും കണ്ണു മഞ്ഞളിച്ചു പോകുന്ന ദൃശ്യം. ജയിച്ചു, നാം ജയിച്ചു. ഡ്രാക്കുളയുടെ നിധി, ഇതാ ഡ്രാക്കുളയുടെ നിധി. നാം ധനികരായി, കോടീശ്വരന്മാരായി. പ്രഭു ആഹ്ലാദത്തോടെ കൗണ്ട് ഡാനിയലോയെ ആലിംഗനം ചെയ്തു. 2 കൊച്ചുകുട്ടികളെപ്പോലെ ആഹ്ലാദാരവങ്ങൾ മുഴക്കിക്കൊണ്ട് അവർ ഗുഹയിലെങ്ങും ഓടി നടന്നു. ഗ്രെഗ് ഹഡ്സണും പീറ്റർ പാർക്കറും മന്ദഹാസത്തോടെ അത് നോക്കി നിന്നു. ഫാദർ ബെർണാഡിന്റെ ചുണ്ടിലും ഒരു ചെറുചിരി കാണാമായിരുന്നു. ഫാദർ ബെർണാഡിന് നന്ദി പറഞ്ഞുകൊണ്ട് അവർ ആ രാത്രി തന്നെ കോട്ടയിലേക്ക് മടങ്ങി. അവിടെ എത്തിയ ശേഷം പ്രഭുവിനും പ്രിയപ്പെട്ടവർക്കും പുലരുവോളം ആഹ്ലാദ പ്രകടനങ്ങളും ആഘോഷങ്ങളുമായിരുന്നു. ഒടുവിൽ പ്രഭു പീറ്റർ പാർക്കറുടെയും ഗ്രെഗ് ഹഡ്സന്റെയും അരികിലെത്തി. എന്നിട്ട് പറഞ്ഞു, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ 6 ചെമ്പുപെട്ടികളിലെ സമ്പത്ത് എനിക്കും എൻ്റെ ബന്ധുക്കൾക്കുമുള്ളതാണ്. ബാക്കി 6 സ്വർണ്ണപ്പെട്ടികൾ എക്കാലവും സൂക്ഷിച്ചു വെക്കേണ്ടവയാണ്. അറിയാം, ഇക്കാര്യം കുടുംബരേഖകളിലുണ്ടെന്ന് അങ്ങ് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. പീറ്റർ പാർക്കർ പഴയ കഥകൾ ഓർമ്മിച്ചുകൊണ്ട് പറഞ്ഞു. നാം ഇന്ന് സമ്പന്നരാണ്. ഒരു രാജ്യം തന്നെ വിലയ്ക്ക് വാങ്ങാൻ ഈ പേടകങ്ങളിലെ ധനം മാത്രം മതി. അത്രയ്ക്ക് പുരാതനവും അമൂല്യവുമാണ് ഈ നിധി. അത് ഞങ്ങൾക്കും അറിയാം. അത് തേടിപ്പിടിക്കാൻ അങ്ങയെ സഹായിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. എനിക്കും അതറിയാം. വല്യേഷ്യൻ പ്രഭുക്കന്മാർ വാക്ക് പാലിക്കുന്നവരാണെന്ന് നിങ്ങൾ അറിയണം. നിങ്ങളോട് ചെയ്ത വാഗ്ദാനം ഞാൻ മറന്നിട്ടില്ല. സ്വർണ്ണ നാണയങ്ങൾ വേണോ അതോ രത്നങ്ങളോ, അതുമല്ലെങ്കിൽ രണ്ടും കൂടിയോ? നിങ്ങളുടെ വിഹിതം എത്രയെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്തെന്നാൽ നിങ്ങളെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ഈ നിധി കണ്ടെത്താൻ കഴിയുമായിരുന്നില്ല. അവിടെ ഒരു നിമിഷം നിശബ്ദത പരന്നു. പീറ്റർ പാർക്കറുടെ മുഖത്ത് വിവിധ വികാരങ്ങൾ മിന്നിമറയുന്നത് ഗ്രെഗ് ഹഡ്സൺ കണ്ടു. നിമിഷങ്ങൾ നീണ്ട നിശബ്ദതയുടെ അവസാനം പീറ്റർ പാർക്കർ സംസാരിച്ചു തുടങ്ങി. കൗണ്ട് റസ്നോ, അങ്ങയുടെ സന്മനസ്സിന് നന്ദി. ഈ ശ്രമങ്ങൾ, അങ്ങയുമായുള്ള പരിചയം എല്ലാം ഞങ്ങൾ നിധി പോലെ സൂക്ഷിക്കും. പക്ഷേ ഈ നിധിയിൽ നിന്ന് ഒരു നാണയം പോലും ഞങ്ങൾക്ക് ആവശ്യമില്ല. അങ്ങ് എന്താണ് പറഞ്ഞത്? പ്രഭുവിന്റെ കണ്ണുകൾ അത്ഭുതത്താൽ ജ്വലിച്ചു. അതിന് മറുപടി പറഞ്ഞത് ഗ്രെഗ് ഹഡ്സൺ ആണ്. അതേ കൗണ്ട് റസ്നോ, ഞാൻ എൻ്റെ സുഹൃത്തിനോട് പൂർണ്ണമായി യോജിക്കുന്നു. ഒരു പ്രാചീന ചരിത്രാവശിഷ്ടത്തിൽ നിന്ന് ലഭിക്കുന്ന മൺപാത്ര കഷണത്തിന് 1,00,000 സ്വർണ്ണ നാണയങ്ങളെക്കാൾ വില കൽപ്പിക്കുന്നവരാണ് ചരിത്രാന്വേഷികൾ. സുഹൃത്തിന്റെ സംഭാഷണത്തിന്റെ തുടർച്ചയായി പീറ്റർ പാർക്കർ കൂട്ടിച്ചേർത്തു. കൗണ്ട് റസ്നോ, ഈ നിധി വല്യേഷ്യൻ സംസ്കാരത്തിന്റെ ഭാഗമാണ്. നിങ്ങളുടെ കുടുംബത്തിന്റെ പരമ്പരാഗത സമ്പത്താണ്. പൂർവികർ നിർദ്ദേശിച്ച രീതിയിൽ ഇതിൽ ചെലവഴിക്കാവുന്നത് മാത്രം ചെലവഴിക്കുക. ബാക്കി സൂക്ഷിക്കാവുന്ന കാലമത്രയും സൂക്ഷിച്ചു വെക്കുക. അതിന് പ്രഭുവിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ജനിച്ചത് ഒരു പ്രഭു കുടുംബത്തിലാണ്. നിങ്ങളിലെ മനുഷ്യത്വത്തിൻ്റെയും മാന്യതയുടെയും ഏറ്റവും ഉയർന്ന അവസ്ഥ ഞാൻ തിരിച്ചറിയുന്നു. ഭൂമിയിൽ വളരെ കുറച്ച് വ്യക്തികൾക്കേ ആ ഉന്നതാവസ്ഥയിൽ എത്താനാവൂ. പ്രഭു ആദരപൂർവ്വം അവർക്ക് മുന്നിൽ തലകുനിച്ചു. പ്രഭുവിൻ്റെ ഗംഭീര സൽക്കാരം സ്വീകരിച്ച് പിറ്റേന്ന് ലാറിയൻ്റെ കുതിരവണ്ടിയിൽ ഹോട്ടൽ മേഫ്ലവറിലേക്ക് മടങ്ങുമ്പോൾ പീറ്റർ പാർക്കർ പറഞ്ഞു, ഇംഗ്ലണ്ടിൽ എത്തിയാലുടൻ നാം ട്രാൻസിൽവാനിയൻ ചരിത്രത്തെക്കുറിച്ച് ഒരു പുതിയ പുസ്തകം എഴുതും. അതെ, അത് നല്ലൊരാശയമാണ്. പ്രഭു പക്ഷേ പ്രേതവും ഭൂതവും പിശാചും ഒന്നുമല്ല എന്ന് തിരിച്ചറിഞ്ഞത് ഒരു നല്ല കാര്യം തന്നെ. ഗ്രെഗ് പറഞ്ഞു. അതെ, ഒരു സാധാരണ മനുഷ്യൻ. പീറ്റർ പാർക്കർ കൂട്ടിച്ചേർത്തു. അല്ല, ഒരു അസാധാരണ മനുഷ്യൻ. ഗ്രെഗ് തിരുത്തി. പീറ്റർ പാർക്കർ സുഹൃത്തിനോട് യോജിച്ചു.
അതാണ് ശരി. ഭൂതപ്രേതാദികളെക്കുറിച്ചുള്ള കഥകൾ എല്ലാ നാടുകളിലും പ്രചരിച്ചിട്ടുണ്ട്. എന്നാൽ അവയുടെ സത്യാവസ്ഥ അന്വേഷിച്ച് കണ്ടെത്താൻ വളരെ കുറച്ചു പേരെ ശ്രമിച്ചിട്ടുള്ളൂ. അതെ, യാഥാർത്ഥ്യം അന്വേഷിക്കുന്നതിൽ എളുപ്പമാണല്ലോ കേട്ടപടി വിശ്വസിക്കുന്നത്, ഗ്രെഗ് അഭിപ്രായപ്പെട്ടു. അപ്പോൾ പീറ്റർ പാർക്കർ പറഞ്ഞു, ശരിയാണ് ചങ്ങാതി, ഭൂതവുമില്ല പിശാചുമില്ല എന്ന് നമുക്ക് മനസ്സിലായി. നമ്മുടെ അനുഭവങ്ങൾ അതിന് മികച്ച ഉദാഹരണങ്ങളാണ്. കേൾക്കാനും വായിക്കാനും രസമുള്ളതുകൊണ്ട് അത്തരം കഥകൾ നിലനിൽക്കുന്നു എന്ന് മാത്രം. കുതിരവണ്ടി അതിവേഗം മലയിറങ്ങുകയാണ്. കാർപ്പാത്യൻ മലനിരകൾക്ക് മുകളിൽ സൂര്യൻ ഒരു വെള്ളിത്തളിക പോലെ ഉദിച്ചുയർന്നു. സുഖകരമായ ഒരു തലോടൽ പോലെ ഇളം കാറ്റ് വീശി. വെളിച്ചം പെയ്തു നിറഞ്ഞ ഒരു താമര പൊയ്കയാണ് ട്രാൻസിൽവാനിയ താഴ്വരയെന്ന് അവർക്ക് തോന്നി.